welcome back to my channel. It's me Kanmani. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ഞാൻ കുറേ മീഷോ ഫൈൻസും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഫൈൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോയുടെ കൂടെ ലിങ്ക് സപ്പോർട്ട് ആവാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും ലിങ്ക് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള മീഷോ ഫൈൻറ്റും ഫ്ലിപ്കാർട്ട് ഫൈൻറ്റും ഒക്കെ വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അതാകുമ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള മീഷോ ഫൈൻറ്റും ഫ്ലിപ്കാർട്ട് ഫൈൻറ്റും ഒക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റിലത്തെ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് ഫ്ലിപ്കാർട്ട് ഫൈൻഡ് ആണേ. ഗ്ലാം വേദയുടെ റൈസ് ആൻഡ് സെറാമൈഡ് ഗ്ലാസി സ്കിൻ തരുന്ന പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ. ഇത് ഇടുമ്പം നമ്മുടെ ഫേസ് കുറച്ച് ബേണിംഗ് സെൻസേഷൻ പോലെ തോന്നും, പക്ഷേ കുഴപ്പമില്ല, ഉണങ്ങി കഴിയുമ്പോൾ മാറിക്കോളും. ഒരു ഫ്ലിപ്കാർട്ട് ഫൈൻഡ് ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സംഭവം എൻ്റെ കയ്യിലെത്തി. ഇത് ഞാൻ എനിക്കായിട്ട് വാങ്ങിയതല്ല, അമ്മ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനത്തെ കണസാ സാധനങ്ങളൊക്കെ ഞാൻ അമ്മ പറയുന്നത് കൊണ്ട് വാങ്ങുന്നതാണ്. അമ്മ എനിക്ക് ലിങ്ക് അയച്ചു തരും, എന്നിട്ട് പറയും മോനെ ഇതൊന്ന് വാങ്ങുന്നു, അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. ഇത് ഹാൻഡ് ടവലാണ്, 10 എണ്ണം അടങ്ങിയിട്ടുള്ളതാണ്. 182 രൂപയ്ക്കാണ് കേട്ടോ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. 182 രൂപയ്ക്ക് 10 ടവൽ വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് കിച്ചൺ ടവലായിട്ട് ഉപയോഗിക്കാം. അത് മാത്രമല്ല കുഞ്ഞുകുട്ടികൾ സ്കൂളിലൊക്കെ പോകത്തില്ലേ, LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അവർ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ടവലൂടെ കൊണ്ടുവരാൻ ചില ടീച്ചേഴ്സ് പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ കൊടുത്തുവിടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ടവൽ. സെയിം കളേഴ്സൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ മീഷോ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അന്ന് കുറേ പേർക്കൊക്കെ ലിങ്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. ഇത് നല്ല അടിപൊളി ഒരു ടോപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ്. ഈ ഒരു ടോപ്പ് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക് കളറിൽ ഒരുപാട് ഡ്രസ്സ് എനിക്കുണ്ട്. എന്നാലും ബ്ലാക്ക് കളർ കാണുമ്പോൾ എനിക്ക് ഒരുമാതിരി ആക്രാന്തം ഉള്ളതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് കഴുത്തതാ ഇങ്ങനെയാണ്, ഒരു ബട്ടണൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളർ അല്ലാതെ തന്നെ ഇതിൻ്റെ 2 കളേഴ്സ് കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ബ്ലാക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ബ്ലാക്കിൽ ഈ ഒരു വൈറ്റ് ത്രെഡ് വർക്ക് കൂടെ വന്നപ്പോഴത്തേക്കിനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഇന്നർ കുറച്ച് ഇറക്കം കുറഞ്ഞതാണ് കേട്ടോ. നമുക്ക് കുറച്ച് വയറൊക്കെ കാണുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി ടോപ്പാണ്. ഇന്നത്തെ മീഷോ ഫൈൻഡ് ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഗേൾസിനായിരിക്കും. ഈ ഒരു ബോക്സ് ആണ്, 3 തട്ടായിട്ട് വരുന്ന ഈ ഒരു ബോക്സ് ആണ് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഗേൾസിനായിരിക്കും. നമ്മൾ ഗേൾസിനല്ലേ ഒരുപാട് കണസാ സാധനങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് അടിപൊളി ബോക്സ് ആണ് കേട്ടോ. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ കാർഡ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അത് അതിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്താൽ മതി. കമ്മല്, മാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ബോക്സിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എൻ്റെ ഈ വക സാധനങ്ങളൊക്കെ ഞാൻ പല ടിന്നിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ടിന്നിന്റെ ബഹളമായിരുന്നു. ഫസ്റ്റ് ലെയറിൽ കമ്മൽ സെറ്റുകളൊക്കെ ആയിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ലെയറിൽ സേഫ്റ്റി പിന്നും ടിക് ക്ലിപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ ഇത്രയും സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സാധനം വെക്കാൻ എൻ്റെ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും സാധനം വെച്ചിട്ടും കുറേ സ്പേസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഒരുപാട് ഇതിൻ്റെ അകത്ത് കൊള്ളും. ഒരുപാട് ബോക്സ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ബോക്സ് തന്നെ മതി. പെൺകുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ വാങ്ങുമ്പം ചില ഡ്രസ്സ് കഴുത്തിറങ്ങിയത് കാരണം നമുക്ക് ചിലപ്പോൾ ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. എത്ര കഴുത്തിറങ്ങിയതല്ലെങ്കിൽ കൂടി ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കാറ്റടി കൊണ്ടൊക്കെ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് 3 കവറുകളായിട്ടാണ് കേട്ടോ വരുന്നത്. ഒരു കവറിൽ 9 സ്ലിപ്പുള്ള 3 ഷീറ്റാണ് ഉള്ളത്. നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ടുണ്ടാവും. ഇതിങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ അവിടേക്ക് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേളിലുള്ള ആ പേപ്പർ ഇളക്കി കളയാം കേട്ടോ. അത് ഇളക്കി കഴിയുമ്പോഴത്തേക്കിനും ഇതൊരു ട്രാൻസ്പെറൻ്റ് ആവും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഡ്രസ്സ് പിടിച്ച് ഒട്ടിച്ചാൽ മതി. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും വരുന്ന ബുദ്ധിമുട്ട് കാറ്റടി കൊണ്ട് ഡ്രസ്സ് മാറുന്നതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ നെയിലിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, നെയിൽ വെക്കുന്ന ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് നമ്മുടെ നഖത്തിന് ചേർന്ന അളവിലുള്ള നഖം സെലക്ട് ചെയ്യണം. എന്നിട്ട് ആ ഗം എടുത്തിട്ട് നമ്മുടെ നഖത്തിലേക്ക് തേച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന നഖം അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒട്ടിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് വിരലിൽ ഒട്ടിച്ച് നമുക്ക് ആർട്ടിഫിഷ്യൽ നെയിലാണെന്ന് തോന്നിക്കത്തേ ഇല്ല. കറക്റ്റ് നമ്മുടെ നഖത്തിൻ്റെ ഷേപ്പിലുള്ള നഖം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നിക്കത്തില്ല. പക്ഷേ നമ്മുടെ നഖത്തിനേക്കാളും അളവ് കുറവോ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ആർട്ടിഫിഷ്യൽ നെയിലാണെന്ന്. അങ്ങനെ ഞാൻ എല്ലാ വിരലിലും ഒട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഈ ഒരു നഖത്തിൻ്റെ സൈഡും അതുപോലെ ആ ഒരു മുകളിലത്തെ പോർഷനൊക്കെ ഭയങ്കര കൂർമ്പിച്ചിരിക്കും. അത് ബ്ലേഡ് വെച്ചിട്ടൊന്ന് ശരിയാക്കി കൊടുക്കും. ചില സമയം ഞാൻ സൈഡൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. എനിക്ക് സൈഡ് ഷേപ്പ് ചെയ്തതിനേക്കാളും ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം.
ഇന്നത്തെ മീഷോ ഫൈൻഡിൽ ഞാനൊരു ടോപ്പാണ് കാണിക്കാൻ പോകുന്നത്. നേരത്തെയൊക്കെ ആരെങ്കിലും എന്നോട് എൻ്റെ ഫേവറേറ്റ് കളർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണെന്ന് പറയായിരുന്നു. പക്ഷേ ഇപ്പം മീഷോ ഫൈൻഡ് ചെയ്യാൻ തുടങ്ങിയ പിന്നാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണെന്ന് തന്നെ മനസ്സിലായത്. ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് എൻ്റെ കണ്ണുടക്കുന്നത് ബ്ലാക്ക് കളറിലായിരിക്കും കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് ഈ ഒരു ടോപ്പ്. ഞാൻ പിക്ചറിൽ കണ്ട സെയിം ടോപ്പ് തന്നെയായിരുന്നു ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൈ കിട്ടിയപ്പോഴും. അതിൻ്റെ താഴ്ഭാഗത്ത് ലൈനിങ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഫ്ലവർ വർക്ക് ത്രെഡ് അല്ല, പെയിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. 250 രൂപയാണ് ഈ ഒരു ടോപ്പിന്റെ റേറ്റ്. 250 രൂപയ്ക്ക് നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ. സൈസ് ഞാൻ സ്മോൾ ആണ് എടുത്തേക്കുന്നത്. ഇന്നത്തെ മീഷോ ഫൈൻഡിൽ ഞാൻ ടോപ്പൊന്നുമല്ല കാണിക്കാൻ പോകുന്നത്. ടോപ്പൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് ജെഗിൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. 2 ജെഗിൻസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ സെറ്റാണ്. ഇതിൻ്റെ അത് വരുന്നത് ബ്ലൂ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് കളറും ആണ്. ഈ സെയിം കോംബോ സെറ്റ് ഞാൻ 2-3 വർഷത്തിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ നിന്ന് മിസ്സായി പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിട്ടും ചീത്തയായിട്ടേ ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ പാൻറ്റൊക്കെ വാങ്ങുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് വലിയുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 പാൻറ്റ് വാങ്ങിച്ചപ്പോഴേ എനിക്ക് കുറച്ച് ലൂസായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് ഭയങ്കരമായിട്ട് വലുതായി. എനിക്ക് നല്ലപോലെ ലൂസായിരുന്നു. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സൈസ് 26 ആണ് കേട്ടോ. നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ. ക്വാളിറ്റി വൈസ് നോക്കിയാലും അടിപൊളിയാണ്. ഇന്നത്തെ മീഷോ ഫൈൻഡ് ഒരു ടോപ്പാണ് കേട്ടോ. അധികം പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഞാനത് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആ ഒരു പിക്ചറൊക്കെ കണ്ടിട്ട് ഓപ്പൺ ചെയ്യുമ്പം വലിയ പ്രതീക്ഷ വെക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. അത് കയ്യിലെടുത്തപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പം എൻ്റെ പൊന്ന് സാറേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ടോപ്പാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ വൈറ്റ് പാൻറ് ഇല്ലായിരുന്നു ഇടാനായിട്ട്. ഈ ഒരു ടോപ്പിൻ്റെ കൂടെ വൈറ്റ് പാൻറ് കൂടെ ആണെന്നുണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും കാണാനായിട്ട്. നല്ല അടിപൊളി ഒരു ബ്ലൂ കളറാണ് കേട്ടോ. പിന്നെ ഒട്ടും പ്രതീക്ഷയില്ലാതെ വാങ്ങിച്ചൊരു ടോപ്പായിരുന്നു. പക്ഷേ കയ്യിൽ കിട്ടി ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും ദൈവമേ, പൊട്ടന് ലോട്ടറി അടിച്ച പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൈ 3/4 ആണ് വരുന്നത്. പിന്നെ കൈ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ അവിടെ ചെറിയൊരു ഞൊറിവൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബൾബ് കത്തി നിൽക്കുന്ന പോലെ ഉണ്ട്. അത്രയ്ക്ക് എനിക്ക് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ മീഷോ ഫൈൻഡ് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഗേൾസിനായിരിക്കും. വേറൊന്നുമല്ല, ഇതൊരു മിററാണ്. മിറർ ഏറ്റവും കൂടുതൽ ഗേൾസല്ലേ ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ നോക്കാനായിട്ട് നല്ലൊരു മിററാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. എന്തിനാണ് മിറർ ചാർജ് ചെയ്യുന്നതെന്നല്ലേ? വേറൊന്നുമല്ല, ആ ഒരു മിററിൻ്റെ ചുറ്റും ഒരു ലൈറ്റ് കത്തുന്ന ഓപ്ഷനുണ്ട്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കേബിൾ ഉള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിററായിരുന്നു. മീഷോന്ന് ഞാനൊരു ഐസ് റോളറാണ് വാങ്ങിച്ചേക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു നോട്ട് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഐസ് റോളർ നേരത്തെയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി. സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണം. അതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതുവഴി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. നേരത്തെ എൻ്റെ കയ്യിൽ ഐസ് റോളർ ഉള്ള സമയത്ത് എന്നും രാവിലെ എണ്ണിച്ച് മറക്കാതെ ഞാൻ ചെയ്യുന്ന കാര്യമായിരുന്നു ഫേസിൽ ഐസ് വെച്ച് മസാജ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. പോഴ്സ് ഒക്കെ മിനിമൈസ് ആവും, പഫിനെസ് അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഇതൊക്കെ റെഡ്യൂസ് ആകാനായിട്ട് ഈ ഒരു ഐസ് മസാജ് നല്ലതാണ്. ഐസ് ക്യൂബ് ഒക്കെ ഭയങ്കര പാടല്ലേ, നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുക്കും. ഈ ഒരു ഐസ് റോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം മാത്രമേ തണുക്കത്തുള്ളൂ, കൈയൊന്നും തണുക്കത്തില്ല. ഐസ് വെച്ചിട്ട് ഡയറക്റ്റ് ഫേസിൽ മസാജ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്നത്തെ മീഷോ ഫൈൻഡിൽ ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന ഐറ്റം ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഇത് സിംഗിൾ ബെഡ്ഷീറ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു പില്ലോ കവർ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ സൈഡിൽ മറ്റേ ഇലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. എനിക്കിതിൻ്റെ കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെയും കളർ ചേഞ്ചിങ് ഉണ്ട്. ഇതാണ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളത്. നല്ല വർക്കാണ് കേട്ടോ. ഭയങ്കര ഹെവി വർക്കൊന്നും അല്ലാതെ നല്ലൊരു വർക്കാണ്. ഇന്നത്തെ നമ്മുടെ മീഷോ ഫൈൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കുളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ. വേറൊന്നുമല്ല, പോർട്ടബിൾ ഷവർ ഫുഡ് സ്ക്രബ്ബർ ആണ്. ഇതൊരു ഫുഡ് സ്ക്രബ്ബർ ആണെങ്കിൽ കൂടി നമുക്ക് ബാക്കൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല. നമുക്ക് തന്നെ ഇത് ബാത്റൂമിലെ ഭിത്തിയിൽ ഒട്ടിക്കാം. ബാക്കിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവമുണ്ട്. അത് ഒട്ടിച്ചിട്ട് നമുക്ക് ബാക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. പുറം തേച്ച് തരാൻ വേണ്ടിയിട്ട് വേറെ ആരെയും ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവർക്കും ബൈ ബൈ.